ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ എല്ലാവരെയും സംരക്ഷിച്ചു കളയും, മോഡിയെ അങ്ങോട്ട് താഴെ ഇറക്കും. ആരാ? CPM. എത്ര സീറ്റ് മത്സരിക്കേണ്ടെന്നറിയാമോ? CPM 540 പാർലമെന്റ് സീറ്റിലേക്ക് മത്സരം നടക്കുകയാണ് ഇന്ത്യയിൽ. കേരളത്തിലൊരു 15 സീറ്റ്, 2 തമിഴ്നാട്ടിൽ, 1 രാജസ്ഥാനിൽ. 18 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. ബംഗാളിൽ മത്സരിക്കുന്നുണ്ട്. അത് പിന്നെ 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും പോണ കാരണം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? 18 സീറ്റിൽ മത്സരിച്ചിട്ടാണ് 19 ഉണ്ട് ത്രിപുരയിൽ. 19 സീറ്റിൽ മത്സരിച്ചിട്ടാണ് 540 സീറ്റിലുള്ള പാർലമെന്റിൽ കയറി നിന്നിട്ട് മോഡിയെ താഴ്ത്തിറക്കാൻ പോകുന്നത് CPM. എന്നിട്ട് പ്രകടന പത്രിക ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നാൽ, അധികാരത്തിൽ വന്നാൽ. ആര്? CPM കേന്ദ്രത്തില് ഭയങ്കര തൊലിക്കെട്ടിയാണ്. എന്താ തൊലിക്കെട്ടി? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 18 സീറ്റ് മത്സരിച്ചിട്ട് ഞങ്ങളെല്ലാം ശരിയാക്കി കളയുന്നവരുടെ പ്രകടന പത്രിക CPM പാർലമെന്റിലേക്ക്. ഇപ്പൊ എന്താ? അഡ്ജസ്റ്റ്മെന്റ് ആണ് രണ്ടുപേരും കൂടി. അണ്ണൻ തമ്പി, അണ്ണൻ അവിടെ, തമ്പി ഇവിടെ, ചേട്ടനും കൂടി. എന്താ കാര്യം? നിങ്ങൾ അറിയണതൊക്കെ. എന്താ ഇവർ തമ്മിലുള്ള ബന്ധം? BJPയും CPM തമ്മിലുള്ള ബന്ധം. പിണറായി വിജയനെതിരായി SNC ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതിയിലാണ്. 6.5 കൊല്ലമായിട്ട് കേസ് എടുത്തിട്ടില്ല. 38ഉം 22ഉം 2 പ്രാവശ്യം, 60 പ്രാവശ്യമായിട്ട് കേസ് മാറ്റി വെച്ചിരിക്കുക. എന്താണെന്നറിയോ? കേസെടുക്കുമ്പോൾ CBIയുടെ വക്കീലിന് പനി വരില്ല, മറ്റവനും വരും, കേന്ദ്ര സർക്കാരിന്റെ വക്കീലിന്. അടുത്ത മാസം വെച്ചിട്ടുണ്ട്, അന്നും പനിയായിരിക്കും. അഡ്ജസ്റ്റ്മെന്റാണ്, തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാണ്. കള്ളക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തുപോയി. ലൈഫ് മിഷൻ കോലക്കേസിൽ അകത്തുപോയി. ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ? പിണറായി വിജയൻ, മുഖ്യമന്ത്രി. അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട, ഒരു മൊഴി എടുക്കണ്ടേ? കേന്ദ്ര ഏജൻസി ചെയ്യൂല. ഇപ്പോഴേ മകളുടെ കമ്പനിയിലേക്ക് 12 കമ്പനിയിൽ നിന്ന് ആളുകൾ പണം കൊടുത്തിരിക്കുക, ഒരു പണിയും ചെയ്യാതെ. നിങ്ങളാരെങ്കിലും മക്കളുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും ഇങ്ങനെ പൈസ ഇട്ട് തരുമോ? വെറുതെ ചുമ്മാ എന്തെങ്കിലും രസമായിരുന്നു അങ്ങനെ ഇട്ട് തന്നിരുന്നെങ്കിൽ. ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 12 കമ്പനി വേറെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തതിന് പകരമാണ്. അതിന്റെ അന്വേഷണം എവിടെ വഴിമുട്ടി നിൽക്കുകയാണ്. 8 മാസത്തേക്കാണ്. അഡ്ജസ്റ്റ്മെന്റാണ്, ധാരണയാണ്. അതിന് പിന്നെ പിണറായി വിജയനൊരു ഗുണമുണ്ട്. ഇങ്ങോട്ട് സഹായിച്ചാൽ തിരിച്ച് അങ്ങോട്ട് സഹായിക്കും. 3.5 കോടി രൂപ കള്ളപ്പണം വന്നു BJP. സുരേന്ദ്രന്റെ അടുത്തേക്കാണ് വന്നത്. കള്ളപ്പണം പിടിച്ചു. പക്ഷെ സുരേന്ദ്രൻ പ്രതിയല്ല. BJP സംസ്ഥാന പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തി കൊടുത്തു. ഇങ്ങോട്ട് സഹായിച്ച് അങ്ങോട്ട് സഹായിക്കണ്ടേ? സുരേന്ദ്രനെ രക്ഷപ്പെടുത്തി കൊടുത്തു. ഇവര് തമ്മിൽ അറേഞ്ച്മെന്റാ. നമ്മുടെ ചിറ്റപ്പന് മാത്രം പാവം ഇതറിയില്ല. ചിറ്റപ്പൻ വന്ന് പറഞ്ഞു, ചിറ്റപ്പന് ഇത് രഹസ്യം മൂടി വെക്കാൻ അറിയില്ല. ചിറ്റപ്പനെ മനസ്സിലായില്ലേ? അദ്ദേഹം വന്ന് പറഞ്ഞു, BJP LDF കൺവീനർ പറയാണ് കേരളത്തില്, BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത്രയും സ്ഥലത്ത് LDF 3ാം സ്ഥാനത്ത് പോകുന്നു. അങ്ങനെയല്ലേ നടക്കുന്നത്? BJP എവിടെയൊക്കെ 2ാം സ്ഥാനത്ത് വന്നാലും അവിടെയൊക്കെ 3ാം സ്ഥാനത്ത് LDF പോകും. LDFന്റെ കൺവീനർ തന്നെ പറയുക, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് 3ാം സ്ഥാനത്ത് പോകുന്നു. അതും തീർന്നില്ല. 2ാമത്തെ ദിവസം പറയാണ്, BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല മിടുമിടുക്കന്മാരാണ്. സുരേന്ദ്രൻ പറയൂല. കാരണം എന്തറിയാമോ? വഴിയെ കൂടി പോയവരാണ് സീറ്റുമായിട്ട് പോയത്, A ക്ലാസ് സീറ്റുമായിട്ട് പോയത്. വെള്ളം കൂടി വിറക് വെട്ടി നടന്ന BJPക്കാർക്കൊക്കെ വയനാട് മത്സരിക്കാൻ സുരേന്ദ്രന്റെ സീറ്റ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സീറ്റ്. അല്ലാത്തവർക്കൊക്കെ വഴിയെ കൂടി പോയ ആളുകൾക്ക് സീറ്റ്. അപ്പൊ സുരേന്ദ്രൻ ഒരിക്കലും പറയില്ല BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ലതാണ്. ആരാ പറയുന്നത്? LDFന്റെ കൺവീനർ ജയരാജൻ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, LDFന്റെ കൺവീനർ ജയരാജനും തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി BJPയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ കൂടി ഒരുമിച്ച് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു, പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ ഇനി അന്തർധാര എന്നുള്ള വാക്ക് പറയരുത്. അന്തർധാരയൊക്കെ മാറി. ഇപ്പൊ പരസ്യമായിട്ട് ബിസിനസ്സാണ്. അപ്പോൾ ഇവര് 2 പേരും വന്ന് ആദ്യം നിഷേധിച്ചു. 2 പേരും. എനിക്കൊരു അബദ്ധം പറ്റി. EP ജയരാജൻ പറഞ്ഞു, എന്റെ പേരിലോ ഭാര്യയുടെ പേരിലോ സ്വത്തുണ്ടെങ്കിൽ സതീശൻ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഭംഗി വാക്കി എനിക്ക് ആ സ്വത്ത് വേണ്ടാന്ന്. അബദ്ധമായി പോയി.
കാരണം ഈ വിവാദം തീരാൻ നേരത്തെ അവസാനത്തെ ദിവസം ജയരാജൻ പറയാ എന്റെ ഭാര്യയ്ക്ക് അവിടെ ഷെയർ ഉണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ശരിക്കും എനിക്ക് തരേണ്ടത് ഇല്ല പറഞ്ഞ നിങ്ങളെല്ലാം കേട്ടല്ലേ, പരസ്യമായി പറഞ്ഞാണ്. നിങ്ങളെല്ലാം കേട്ടല്ലേ, എനിക്കും എന്റെ ഭാര്യയ്ക്ക് കൂടി തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ഈ വേണ്ടാത്ത പണം വേണ്ടാന്ന് ഓർത്ത് പറഞ്ഞാണ്. ഇത് വാങ്ങിച്ചപ്പോ അടൂർ പ്രകാശനോ മറ്റേ ശശി തരൂരിനോ ഒക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ പാവങ്ങൾക്ക് വഴിയിൽ നിന്ന് കൊടുക്കായിരുന്നു. ആളെ പറ്റിച്ചുണ്ടാക്കിയ പണമാണ്. മനസ്സിലായി? രാജീവ് ചന്ദ്രശേഖർ ആദ്യം നിഷേധിച്ച് അവസാനം ചോദിക്കുക എന്റെ കുടുംബത്തിനും ജയരാജന്റെ കുടുംബത്തിനും കൂടി ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്കൊരു കുഴപ്പമില്ല. ഇതാണ് കേരളത്തിലെ BJP യും CPM തമ്മിലുള്ള ബന്ധം.